നരേന്ദ്രമോദിയുടെയും ഗൗതം അദാനിയുടെയും മുഖംമൂടികൾ ധരിച്ചെത്തിയ കോൺഗ്രസ് എംപിമാരെ പരിഹാസ രൂപത്തിൽ അഭിമുഖം നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം വൈറലാവുകയാണ്. അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് കൗതുകകരമായ രംഗങ്ങൾ അരങ്ങേറിയത്. കോൺഗ്രസ് എംപിമാരായ മാണിക്യം ടാഗോർ ഗൗതം അദാനിയുടെയും ശിവജി കൽഗെ നരേന്ദ്രമോദിയുടെയും മാസ്കാണ് അണിഞ്ഞത്. ക്യാമറയിൽ വീഡിയോ പകർത്തിക്കൊണ്ടായിരുന്നു രാഹുലിന്റെ തമാശ അഭിമുഖം. ഞാൻ എന്ത് പറഞ്ഞാലും ഇദ്ദേഹം അത് ചെയ്യും. വിമാനത്താവളം, തുറമുഖം, അങ്ങനെ എന്തും ഇദ്ദേഹം എനിക്ക് തരും. മാണിക്യം ടാഗോർ മോദിയുടെ മുഖംമൂടി അണിഞ്ഞ ഖൽഗെയെ ചൂണ്ടി പറഞ്ഞു. അടുത്തത് എന്ത് വാങ്ങിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നായി അദാനിയോട് രാഹുലിന്റെ ചോദ്യം. വൈകുന്നേരം കാണാമെന്നും അവിടെ വെച്ച് തീരുമാനമെടുക്കാമെന്നുമായി മാണിക്യം. പാർലമെന്റ് എങ്കിലും ഒഴിവാക്കണേ എന്നായി സമീപത്ത് നിന്ന ഹൈബി ഈഡന്റെ കമന്റ്. എന്തുകൊണ്ടാണ് പാർലമെന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതെന്ന് അദാനിയുടെ മുഖംമൂടിയിട്ട എംപിയോട് രാഹുൽ ചോദിച്ചു. ഞങ്ങൾക്ക് അമിത് ഭായിയോട് ചോദിക്കണം, അദ്ദേഹത്തെ കാണാനില്ല എന്നായിരുന്നു എംപി നൽകിയ മറുപടി. എന്താണ് നിങ്ങളും മോദിയുമായുള്ള ബന്ധമെന്ന ചോദ്യത്തിന് ഞങ്ങൾ ഒന്നാണെന്നാണ് അദാനി മുഖംമൂടി മറുപടി നൽകിയത്. ഞാൻ പറയുന്നതും ആഗ്രഹിക്കുന്നതും അദ്ദേഹം ചെയ്യുന്നു, അത് എയർപോർട്ടോ മറ്റെന്തെങ്കിലുമോ ആകട്ടെ എന്ന് അദാനി മാസ്ക് ധരിച്ച എംപി പറഞ്ഞു. മോദി എന്താ ഒന്നും കാര്യമായി മിണ്ടുന്നില്ലല്ലോ എന്ന രാഹുലിന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന് അല്പം ടെൻഷൻ ആണെന്നായിരുന്നു അദാനി മുഖംമൂടിക്കുള്ളിലെ മാണിക്യത്തിന്റെ മറുപടി. മോദിയുടെയും അദാനിയുടെയും മുഖംമൂടി ധരിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന എംപിമാരായ ഖൽഗെ, ശിവജി, ബെന്തപ്പയുമായും മാണിക്യം ടാഗോറുമായുമാണ് രാഹുൽ ഗാന്ധിയുടെ തമാശ അഭിമുഖം നടന്നത്. പാർലമെന്റിന്റെ മകരദ്വാറിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്ത്യ പാർട്ടി നേതാക്കളും പങ്കെടുത്ത സമരത്തിലായിരുന്നു ഈ കൗതുക കാഴ്ച. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ ഹാസ്യ ചക്രവർത്തിയാണെന്നും അദ്ദേഹം ഏറ്റവും നന്നായി വഴങ്ങുന്ന സ്റ്റാൻഡപ്പ് കോമഡിയിൽ മുഴുകിയിരിക്കുകയാണെന്നും കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാൻ പരിഹസിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കോമഡി കിങ് എന്ന് വിളിച്ചാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സമൂഹ മാധ്യമത്തിൽ പ്രതിഷേധം പങ്കുവച്ചത്. രാഹുൽ ഗാന്ധിയുടെ ദുരുദ്ദേശപരമായ അവകാശവാദങ്ങളും വാഗ്വാദങ്ങളും ഓരോ തവണയും സമഗ്രമായ അന്വേഷണത്തിൽ തകർന്നെന്നും തെറ്റായ പ്രചരണങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളിൽ നിറയ്ക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടും രാഹുൽ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി എക്സിൽ കുറിച്ചു. രാഹുലിന്റെ പഴകിയ പ്രചാരണം ഏറ്റെടുക്കാൻ ആരുമില്ലെന്നതിന്റെ സാക്ഷ്യമാണ് 2014 മുതലുള്ള തിരഞ്ഞെടുപ്പ് വിധികൾ. ഈ വിചിത്രമായ ശ്രമം ഹാസ്യരാജാവിന്റെ മറ്റൊരു തീവ്ര ശ്രമമാണെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. എന്തായാലും ഇതോടെ പ്രതിപക്ഷം അവസാനിപ്പിച്ചെങ്കിലും പാർലമെന്റിനകത്തും ശക്തമായി അദാനി വിഷയം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തി. രാജ്യസഭയിൽ അദാനി വിഷയത്തെ പ്രതിരോധിക്കാൻ സോറോസ് വിഷയം BJP എംപിമാർ ഉയർത്തിയപ്പോൾ അനുകൂലമായി നിന്ന അധ്യക്ഷൻ ജഗദീപ് ധൻഖറെ ഇന്ത്യ നേതാക്കൾ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയെ നീക്കാനുള്ള പ്രമേയം വേഗത്തിൽ അവതരിപ്പിക്കുന്നതിന് ആലോചിക്കുന്നതായി ഇന്ത്യ സഖ്യവൃത്തങ്ങൾ പറഞ്ഞു. ധൻഖറിനെതിരെ നീങ്ങാൻ ഓഗസ്റ്റിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒപ്പ് ശേഖരിച്ചിരുന്നുവെങ്കിലും മറ്റൊരു അവസരം നൽകാൻ തീരുമാനിച്ചതിനാൽ പ്രമേയം നൽകിയിരുന്നില്ല. തിങ്കളാഴ്ചത്തെ സഭയിലെ അധ്യക്ഷന്റെ പെരുമാറ്റമാണ് പ്രതിപക്ഷത്തെ ഒന്നാകെ ചൊടിപ്പിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധത്തിൽ ഇന്നലെയും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വിട്ടുനിന്നു. ശീതകാല സമ്മേളനം ആരംഭിച്ചത് മുതൽ അദാനി വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.